എറണാകുളം മാമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് റെനേ മെഡിസിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷോറൂം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ മാരുതിയുടെ വിലേനെ പുതിയ മോഡൽ വാങ്ങാൻ ആഗ്രഹിച്ച് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പുതിയത് എടുക്കുന്നതിന്റെ പകരം ഈ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ലക്ഷങ്ങളുടെ മാറ്റം ഉണ്ടാവും. പുതിയതുപോലെ തോന്നിക്കുന്ന ഒരു വാഹനം. ഓണർഷിപ്പ് മാത്രമേ മാറുള്ളൂ, ബാക്കി എല്ലാം പുതിയത്. ഷോറൂം കണ്ടീഷൻ വാഹനം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? 2024 ആൽഫ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ആൽഫ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ, വെറും 2000 കിലോമീറ്റർ. വെറും 2000 കിലോമീറ്റർ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഈ വാഹനം എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. വെറും 2000 കിലോമീറ്റർ ഓടിയ ടോപ്പിന് വരുന്നത് ഓട്ടോമാറ്റിക്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഇൻക്ലൂഡിംഗ് 360 ഡിഗ്രി ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. ഇപ്പൊ ഇറങ്ങുന്ന പുതിയ മോഡൽ വരുന്നത്. അപ്പോൾ ഇനി അറിയേണ്ടത് ഇതിന്റെ വിലയാണ്. പുതിയ മോഡലിന്റെ വില എത്രയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും എത്രയെന്ന്. നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് കേട്ടാൽ എന്തായാലും നിങ്ങൾ ഈ ഒരു വാഹനം എടുത്തോണ്ടോ. ഇതിന്റെ പ്രൈസ് എത്രയാണ്? 9,40,000 രൂപ. ഇതിന്റെ പുതിയതിന് എത്ര ഉണ്ടാവും? പുതിയതിന് ഓൾമോസ്റ്റ് 12 ലക്ഷം പുതിയതിന് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ മാറ്റമുണ്ട്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ ഒന്നുമില്ല. ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. ഇതിന് വാറണ്ടി ഉണ്ടാവും. 1 ഇയർ വാറണ്ടി നമ്മൾ വരുന്നുണ്ട്. കമ്പനി വാറണ്ടി ഓൾറെഡി ഉണ്ട്. അതിനുശേഷം നിങ്ങൾ കൊടുക്കുന്ന ഒരു വർഷത്തെ വാറണ്ടി ഉണ്ടാവും. എങ്ങനെ പോയാലും 5 വർഷത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് വാറണ്ടിയും കാര്യങ്ങളും കിട്ടും. 3 ഫ്രീ സർവീസും കിട്ടും. അപ്പോൾ നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. മാരുതിയുടെ ഓൾട്ടോ 800 2022 മോഡലാണോ? അത് നിർത്തുമ്പോഴുള്ള ഒരു ലാസ്റ്റ് ബാച്ചിലുള്ള. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് വരുമ്പോഴേക്കും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. LXI ഓപ്ഷൻ. LXI എത്ര കിലോമീറ്റർ? 11,000 കിലോമീറ്റർ. വെറും 11,000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ വാഹനം എന്ന് വേണം പറയാം അല്ലേ? അപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇതില് LXI അഡീഷൻ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? 2 ഡോർ പവർ വിൻഡോ വരും, പവർ സ്റ്റിയറിംഗ്, ബാക്കി എയർ ബാഗ് സ്റ്റാൻഡേർഡ് കാര്യങ്ങളുള്ള എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ, ABD ഇതൊക്കെ എല്ലാം വരുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. മാരുതിയുടെ ഓൾട്ടോ നിർത്തുമ്പോൾ ലാസ്റ്റ് ബാച്ച് വാഹനം. ഇതിന്റെ വില എത്രയാണ്? ഇത് വരുമ്പോഴേക്കും 365 പ്രൈസ്. 365. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും? എത്ര ലോൺ ചെയ്യാം? 6 വർഷം വരെ ചെയ്യാൻ പറ്റും. 6 വർഷം വരെ ലോൺ ചെയ്യാം. ഒരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് സുഖമായിട്ട് ഇറക്കാം. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് വാറണ്ടി വരുന്നത് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. മാരുതി വാറണ്ടി ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടും. അടുത്തായിട്ട് റെനോൾട്ടിന്റെ ക്ലൈംബർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് ക്യുഡ് തന്നെയാണ് വണ്ടി. ക്യുഡിന്റെ മേളിലൊരു പാക്ക് കൂടി ഒരു ഫീച്ചർ വേർഷൻ ആണ് ക്ലൈംബർ എന്ന് പറയുന്നത്. ടോപ്പിന്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ്. 2017 മോഡൽ. ഇത് ഏതാണ് വേരിയന്റ്? ഏതാണ്? RXT ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് വാഹനമാണല്ലേ? പെട്രോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ പറയുന്ന കിലോമീറ്ററും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ ആണ്. 50,000 കിലോമീറ്റർ. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് വരുമ്പോഴേക്കും 3,38 നമ്മുടെ പ്രൈസ്. 3,38,000 രൂപ ചോദിക്കുന്ന പ്രൈസിൽ നമുക്ക് ഒരു 50-60 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് സുഖമായിട്ട് ഇറക്കാം. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടാവുക? പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ടച്ച് സ്ക്രീൻ ഒക്കെ വരുന്നതാണ്. ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാ പേപ്പേഴ്സ് ക്ലിയർ ആണ്. ഇതിനും 1 ഇയർ വാറണ്ടി വരുന്നു. ഇതിന് 1 ഇയർ വാറണ്ടി. ഓക്കെ. നിങ്ങൾ മാരുതി വാഹനങ്ങൾ മാത്രം പ്രതീക്ഷിക്കേണ്ട, അതർ ബ്രാൻഡ് വാഹനങ്ങൾക്കും ഈ പറയുന്ന പോപ്പുലർ വെഹിക്കിൾസ് വാറണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് മാരുതിയുടെ സെലേറിയോ അല്ലേ? അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് 16 മോഡലാണ്. 2016 മോഡൽ. LXI വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ. 74,000 കിലോമീറ്റർ അല്ലേ? ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഇത് വരുമ്പോഴേക്കും AC, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓക്കെ. ബേസ് മോഡൽ ആയതുകൊണ്ട് വേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,45 നമ്മുടെ പ്രൈസ്. 3,45. അതിൽ നമുക്കൊരു 60 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് 50 ആ റേഞ്ചിലൊക്കെ മതിയാവൂലേ? ഒരു കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? അതെ. 1 ഇയർ വാറണ്ടി വരുന്നത്. 1 ഇയർ വാറണ്ടിയാണ് നമ്മൾ പർച്ചേസ് കൊടുക്കുന്ന വാറണ്ടി. ഓക്കെ അല്ലേ? 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യും. അടുത്തായിട്ട് മാരുതിയുടെ ഓൾട്ടോ 800 അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2022 മോഡൽ ലാസ്റ്റ് ബാച്ച് വണ്ടിയാണ്. നിർത്തുമുള്ള ഒരു ഫേസ്. നല്ല ഫേസ് ആണ് ഇത്. കാരണം ഈ ഒരു ഫേസിലാണ് ഏറ്റവും കൂടുതൽ ലുക്കി വാഹനം. ഈ ഒരു വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 28,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ജെനുവിൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഇതില് ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലിയ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ്. VXI മോഡലാണ്. അപ്പൊ എന്താണ് ഫീച്ചേഴ്സ്? ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഓക്കെ. ബാക്കി എയർ ബാഗ് കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ആണ്. AC, പവർ സ്റ്റിയറിംഗ് ഇതൊക്കെ വരുന്നതാണ്. പിന്നെ സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ, ടയേഴ്സ്, പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര?
ഇത് വരുമ്പോഴേക്കും 360 നമ്മൾ ചോദിക്കുന്നത്. 360 ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. വാറണ്ടി ഉണ്ടോ? വാറണ്ടി വരുന്നുണ്ട്. 1 ഇയർ മാരുതി വാറണ്ടി വരുന്നതാണ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അതായത് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ്. നമുക്ക് ഇനി ഇതിൽ കൂടുതൽ എന്താണ് ഇവർ തരേണ്ടത്? കാരണം ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ കിട്ടുന്ന അതേപോലെ പേടിയില്ലാതെ വേറെ തട്ടമുട്ടൊന്നും നോക്കാതെ നമുക്ക് വണ്ടിയിൽ എടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊരു 7 സീറ്റർ വാഹനം, അതായത് 5 സീറ്ററിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ, ഒരു 7 സീറ്റർ വാഹനം ആഗ്രഹിച്ച് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാഹനമാണ് മാരുതിയുടെ എർട്ടിഗ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2020 മോഡലാണ്. 2020 മോഡൽ. ഏതാ വേരിയന്റ്? ZXi പ്ലസ് ടോപ്പ് എൻഡ് ആണ്. ZXi പ്ലസ്, അതായത് ആ ടോപ്പിന്റെ വേരിയന്റ്. മാനുവൽ ട്രാൻസ്മിഷൻ. പെട്രോൾ അല്ലേ? പെട്രോൾ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? വേറെ 23,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 23,000 കിലോമീറ്റർ ഓടിയ ജെനുവിൻ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല്, AC ക്ലൈമറ്റ് കൺട്രോൾ, ടച്ച് സ്ക്രീൻ, റിയർ AC വെന്റ് എല്ലാം വരുന്നുണ്ട്. അലോയ് വീല്, മിറർ ഇൻഡിക്കേറ്റർ, പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എടുക്കുന്ന കസ്റ്റമർ 1 രൂപ പോലും എക്സ്ട്രാ ഫിറ്റിങ്ങിന് വേണ്ടി ചെലവാക്കേണ്ടി വരില്ല. എല്ലാം ഉണ്ട്. ഇതിന്റെ പേപ്പർ എല്ലാം ക്ലിയർ അല്ലേ? പേപ്പർ ക്ലിയർ ആണ്. ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. ആ വാറണ്ടി ഉണ്ട്. വാറണ്ടി എത്ര സമയം ഉണ്ടാവും? 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസ് വരും. 3 ഫ്രീ സർവീസ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? 940 ആണ് നമ്മുടെ പ്രൈസ്. 940. 9,40,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ഇത് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഇത് വരുമ്പോഴേക്കും ഒരു 1.2 ആ റേഞ്ചിലൊക്കെയാണ് വരിക. 1.2 lakhs ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 1,20,000 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരില്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യുക. നല്ല ക്വാളിറ്റി വാഹനമാണ്, അതുകൊണ്ടാണ് വാറണ്ടി സർവീസ് ഉള്ളത്. ഈ ഒരു നിസാൻ ടെറാന എന്ന് പറയുന്ന വാഹനത്തിന്റെ ഡീറ്റെയിൽസ് തന്നെ. ഇത് വരുമ്പോഴേക്കും 2017 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ 45,000 കിലോമീറ്റർ ആയി. 45,000 കിലോമീറ്റർ ഡീസൽ വാഹനം അല്ലേ? ഡീസൽ വാഹനമൊക്കെ വെറും 45,000 കിലോമീറ്റർ ഓടിയ വാഹനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ഭാഗ്യം വാങ്ങാൻ പോകുന്നതിനും എനിക്ക് കിട്ടാനില്ല. ഇത് ഏതാ വേരിയന്റ്? ഏതാ? XV ആണ്. XV വേരിയന്റ്, ടോപ്പിന്റെ വേരിയന്റ്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്, അലോയ് വീല്, ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സാ തോന്നുന്നു. ഓൾമോസ്റ്റ് പുതിയ ടയേഴ്സ് ആണല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇത് വരുമ്പോഴേക്കും 695 ആണ് നമ്മുടെ പ്രൈസ്. 695 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നമുക്ക് ഇതിൽ ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ലോണും ചെയ്യാം. 5 വർഷം സുഖമായിട്ട് ലോൺ ചെയ്യാൻ പറ്റില്ലേ? പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള വാറണ്ടി ഇതിനും വാറണ്ടി നമുക്ക് കവറാവുന്ന വണ്ടിയാണ്. അത് ബ്രാൻഡ് ആണെങ്കിലും 1 ഇയർ വാറണ്ടി കവർ ആവില്ലേ? 1 ഇയർ വാറണ്ടി. മാരുതിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാഹനങ്ങൾ എന്താണ്? മാരുതി റിറ്റ്സ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ കിട്ടാനില്ല വാഹനം. കിട്ടാനില്ലാത്തൊരു മോഡൽ. ഇത്രയും വാഹനങ്ങൾ ഉണ്ടായിട്ട് ആകെ ഒറ്റ പീസുള്ള ഇവിടെ അല്ലേ? അതെ അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2010 മോഡലാണ്. സെക്കൻഡ് ഓണർ, 89,000 കിലോമീറ്റർ, ZXi ഓപ്ഷൻ. ZXi ഫുൾ ഓപ്ഷൻ, പെട്രോളില്. ഈ പറയുന്ന എത്ര കിലോമീറ്റർ ഓടി? 89,000 കിലോമീറ്റർ അല്ലേ? ഈ ZXiയിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടാവുക? പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരും. നല്ലൊരു പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ മാറ്റിയിട്ടുണ്ട് സ്റ്റീരിയോ. ഓക്കെ. പിന്നെ സെൻട്രലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ പുതിയതാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്. ഇന്റീരിയർ ഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. വേറെ തട്ടമുട്ടോ കാര്യങ്ങളെന്തെങ്കിലും? റീപ്ലേസ്മെന്റ് വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വാഹനമാണ്. അപ്പോൾ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 1,85,000 ആണ് നമ്മുടെ പ്രൈസ് വരുന്നത്. റിറ്റ്സിന് 1,85,000 രൂപ. വെറും 1,85,000 രൂപ. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി വാഹനം, കാണാനൊക്കെ ഹെവി ലുക്കാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. മാരുതിയുടെ ബലേനോ ഇപ്പൊ ഇറങ്ങുന്ന നല്ലതൊരു തൊട്ട് മുന്നത്തെ വയസ്സ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2019 മോഡലാണ്. സിഗ്മ ആണ്, ബേസ് മോഡലാണ്. സെക്കൻഡ് ഓണർ 71,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. സെക്കൻഡ് ഓണർ 71,000 കിലോമീറ്റർ അല്ലേ? ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഈ സിഗ്മ എന്ന് പറയുന്ന ബേസ് വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവുക? ബേസ് മോഡലിൽ ഫ്രണ്ട് ഡോർ, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC ഇതൊക്കെയാണ് വരുന്നത്. കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,48,000 ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. മാരുതി വാറണ്ടി വരുന്നതാണ്. 6 മന്ത് വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോഡലിൽ കുറച്ച് പിറകോട്ട് പോയാലും ഇതിന് വാറണ്ടിയും സർവീസും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം വാഹനത്തിന് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും വരാം. ഇത് പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന വലിയ ഗ്രൂപ്പിന്റെ ഒരു ഷോറൂമാണ്. ഒരുപാട് സ്റ്റോക്ക് നിലവിലുണ്ട്. നമുക്ക് വേറെ ഷോറൂമുകളുണ്ട്. ഈ ജില്ലയിൽ തന്നെ ഒരുപാട് ഷോറൂമുകൾ ഇനിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം ഉണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ കസ്റ്റമറോട് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം കാര്യങ്ങളൊന്നും വേണ്ട, നേരെ വാട്സപ്പായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇവിടെ ആ ഒരു ഫ്രീ ടൈമിൽ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയുന്നതിന് താങ്ക് യു സോ മച്ച്.